നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ പ്രതിസന്ധിയിലാക്കുന്ന നടപടികൾക്ക് പിന്നാലെ അല്പം ആശ്വാസം നൽകുന്ന ഇളവുമായി എത്തിയിരിക്കുകയാണ് കുവൈറ്റ്. അടുത്തിടെ ഏർപ്പെടുത്തിയ ചില കടുത്ത നിബന്ധനകൾ പ്രവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇത്തിരി ആശ്വസിക്കാൻ വകയുള്ള തീരുമാനവുമായി അധികൃതർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് ഇനി രാജ്യത്ത് ഈ പേയ്മെന്റ് സേവനങ്ങൾക്ക് ഫീസ് ഒന്നും കൂടാതെ നടത്താൻ സാധിക്കുന്നതാണ്. ഇ പേയ്മെന്റ് സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കരുതെന്നാണ് പുതിയ നിർദ്ദേശം. കുവൈറ്റ് സെൻട്രൽ ബാങ്ക് ആണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രാജ്യത്തെ വിവിധ ബാങ്കുകൾക്കും സേവനദാതാക്കൾക്കും ഇത് സംബന്ധമായി സെൻട്രൽ ബാങ്ക് സർക്കുലർ അയച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ചില സേവനദാതാക്കൾ ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനങ്ങൾക്കായി ഉപഭോക്താക്കളിൽ നിന്ന് നിശ്ചിത ചാർജ് ഈടാക്കിയിരുന്നു. എന്നാൽ ഇനി ഇത്തരം ഇടപാടുകൾ നടത്തുമ്പോൾ ഉപഭോക്താക്കളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഫീസോ കമ്മീഷനോ ഈടാക്കുന്നതാണ് സെൻട്രൽ ബാങ്ക് ഇപ്പോൾ വിലക്കിയത്. കുവൈറ്റ് വിഷൻ 2035ന്റെ ഭാഗമായി സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായി നിരവധി പദ്ധതികളാണ് ധനകാര്യ മന്ത്രാലയം നടത്തിവരുന്നത്. അതിനിടെ സർക്കാർ ഇലക്ട്രോണിക് പേയ്മെന്റ് പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നതിനായി ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെ പരിഗണിക്കുന്നതായും സൂചനകളുണ്ട്. അതുപോലെ വിവിധ സേവനങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളുടെ പരാതികൾ വേഗത്തിലും സുഗമമായും നടത്തുന്നതിനായി കുവൈറ്റ് സെൻട്രൽ ബാങ്ക് തന്നെ ഓൺലൈൻ സംവിധാനം ഒരുക്കിയിരുന്നു. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് പുതിയ സംവിധാനം ഒരുക്കിയത്. രാജ്യത്തെ ധനകാര്യ മേഖലയിലെ പരാതികൾ കേന്ദ്രീകൃതമാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയത്. ഇതോടെ ഉപഭോക്താക്കൾക്ക് പരാതികളും അപ്പീലുകളും സെൻട്രൽ ബാങ്ക് ആസ്ഥാനത്ത് നേരിട്ട് സമർപ്പിക്കുന്നതിന് പകരം ഓൺലൈൻ വഴി എളുപ്പത്തിൽ എവിടെ നിന്നും സമർപ്പിക്കാവുന്നതാണ്. പരാതിയോടൊപ്പം രേഖകളുടെ പകർപ്പുകളും സമർപ്പിക്കണമെന്നാണ് സെൻട്രൽ ബാങ്ക് അധികൃതരുടെ നിർദ്ദേശം. പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ബാങ്ക് വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ഉപഭോക്താക്കൾക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ കുവൈത്തിൽ പ്രവാസികൾക്ക് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നത് കൂടുതൽ എളുപ്പമാക്കി വായ്പാ നയങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. കോവിഡ് കാലത്ത് കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ നീക്കിക്കൊണ്ട് വായ്പാ നയത്തിൽ സുപ്രധാന മാറ്റങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത്. ഇക്കാര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ലെന്നാണ് ബാങ്കുകളുടെ തീരുമാനം. അൽറായ് ദിനപത്രമാണ് ഇത്തരമൊരു കാര്യം റിപ്പോർട്ട് ചെയ്തത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ വലിയൊരു വിഭാഗം പ്രവാസികൾക്ക് വായ്പ എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന നയം ബാങ്കുകൾ അവസാനിപ്പിച്ചതായി ബാങ്കിംഗ് വൃത്തങ്ങൾ അറിയിക്കുകയായിരുന്നു. പുതിയ തീരുമാനപ്രകാരം COVID-19 വ്യാപനത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മികച്ച സ്ഥിതിയിലേക്ക് രാജ്യത്തെ വായ്പാ നയം മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രവാസികൾക്ക് ബാങ്ക് വായ്പകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിലവിലെ നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലാണ് വായ്പാ നയം പരിഷ്കരിച്ചിരിക്കുന്നതെന്നാണ് ബാങ്കിംഗ് മേഖലയിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തത്. പുതിയ വായ്പാ നയപ്രകാരം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കൂടി വായ്പാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് അടക്കമുള്ള പ്രധാന ഇളവുകളാണ് ബാങ്കുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.